ശിവായ നമഃ. ഓം ശിവായ നമഃ. ഊർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാസാദിതശ്രേഷ്ഠതമോ വിഘ്നവൃത്തയേ നമഃ. അപ്പം മറ്റുള്ള പൂജാവിധികളെക്കാളൊക്കെ വളരെ ഗംഭീരമാണ്, അതിനേക്കാളേറെ പുണ്യമാണ് സ്നാനം ചെയ്യാൻ. സ്നാനമാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ട് നമ്മുടെ വീട്ടിലെ കാർന്നന്മാർ പോലും അല്ലെങ്കിൽ ആചാര്യന്മാരും എല്ലാവരും തന്നെ ക്ഷേത്രക്കുളത്തിൽ അല്ലെങ്കിൽ അടുത്ത നദിയിൽ, പുഴയിൽ, തോടുകളിലൊക്കെ പോയിട്ട് സ്നാനം ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന കുംഭമേള കാണാനുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ചു. ഞങ്ങൾ ഗുരുവായൂർ ജയപതാകയിൽ നിന്ന് രാവിലെ 9:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. കുംഭമേളയ്ക്കായിട്ട് വരുന്ന സന്യാസിമാരുടെ രഥയാത്രയൊക്കെ ഞങ്ങൾ വരുന്ന വഴിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നിളയിൽ ബലിയിടാനൊക്കെ വരുന്ന സമയത്ത് അവിടെ നിന്ന് കാണുന്നതാണ് അപ്പുറത്തുള്ള ബ്രഹ്മക്ഷേത്രമൊക്കെ. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമൊക്കെ ഇങ്ങനെ കണ്ടു തൊഴാറുണ്ട്. പക്ഷേ ഈ ഭാഗത്തേക്ക് ഒരിക്കലും വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. നിള നദിയുടെ അങ്ങേ കരയിലേക്ക്, അതും പുഴ ക്രോസ് ചെയ്തുകൊണ്ട് നടന്നു പോകുന്നത്. ഇവിടെ വെള്ളത്തിന് നടുവിലായിട്ട് ശിവലിംഗം കാണാം. വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടക്കുന്ന വേദികളൊക്കെ ഇവിടെ കാണാനുണ്ട്. പൂജകളും ഹോമങ്ങളും അതുപോലെ പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പലയിടത്തായിട്ട്. ഈ ഭാഗത്തായിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സ്നാനം ചെയ്യാം. ആരതി 6:30 മുതൽ 7:30 വരെയാണ് കേട്ടോ വൈകുന്നേരം. ആരതി കാണാൻ പറ്റില്ല എന്നുള്ള ഒരു നിരാശയുണ്ടായിരുന്നു. എന്നാലും നമുക്ക് സ്നാനം ചെയ്യാനൊക്കെ സാധിച്ചു. അപ്പം ഞങ്ങൾ നവമുകുന്ദ ക്ഷേത്രത്തിൽ തൊഴാനായിട്ടാണ് പോകുന്നത്. തൊഴുത് വന്നിട്ട് സ്നാനം ചെയ്യാമെന്ന് കരുതി തൊഴാനായിട്ട് പോവാണ്. ഇവിടെ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണ്. അപ്പോൾ കുറച്ച് ആളുകളെ ആയിട്ടാണ് അതിൽ വിടുന്നത്. വളരെ കെയർഫുള്ളായിട്ട് പോകണം എന്നൊക്കെ അവർ നിർദ്ദേശിക്കുന്നുണ്ട്. കൂടുതൽ സമയം ആ പാലത്തിൻ്റെ മുകളിൽ നിൽക്കാനോ കൂട്ടമായി നിൽക്കാനൊന്നും പാടില്ല. അതുപോലെ വീഡിയോ എടുക്കാനൊക്കെ ആളുകൾ നിൽക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ നടന്നു പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ ശിവേലി സമയമായിരുന്നു. ശിവേലി കണ്ടു, നട അടച്ചു. അതിനു മുൻപായിട്ട് ഞങ്ങൾക്ക് തൊഴാനും സാധിച്ചു. ഇനി നമ്മൾ നിളസ്നാനത്തിനായിട്ട് പോവുകയാണ്. ഇങ്ങോട്ട് വന്ന അതേ പാലത്തിലൂടെ തന്നെയാണ് മറ്റേ ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അവിടെ സ്നാനം ചെയ്യുന്നത് കാണാനുണ്ട്. അപ്പോൾ ഞങ്ങളും അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഭാഗത്ത് ഒരു ഓലമേഞ്ഞ ഷെഡുണ്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. പകൽ സമയത്ത് നമുക്ക് ആരതി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ആരതി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നാനം കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല. നമ്മൾ കരയ്ക്ക് കയറുമ്പോഴേക്കും ഈറനൊക്കെ ഉണങ്ങാൻ തുടങ്ങും, അത്രയും വെയിലായിരുന്നു. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി ഈ 7 നദികളുടെ പേര് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടാണ് നിളാസ്നാനം നടത്തേണ്ടത്. 7 നദികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സർവ്വ ദേവതാ സാന്നിധ്യമുണ്ടെന്നും വിശ്വസിക്കുന്നു. വൈകുന്നേരം 6:30 മുതൽ 7:30 വരെയാണ് ആരതി നടക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇനി 3-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ഫെബ്രുവരി 3-ാം തീയതി കുംഭമേള അവസാനിക്കുകയാണ്. അപ്പം അതിന് മുൻപായിട്ട് ഒരു ദിവസം പോകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ആ വീഡിയോ കൂടി ഇടുന്നതായിരിക്കും.
അങ്ങനെ സ്നാനം കഴിഞ്ഞ് പ്രസാദം കൂടി കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കുമുള്ള പ്രസാദം സൗജന്യമായിട്ട് തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. ലോക നന്മയ്ക്കായി ജീവിക്കുന്ന എല്ലാ സന്യാസി വര്യന്മാരെയും നമിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.